അവതരണ രീതിയിലെ പുതുമയാണ് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. സമീപകാലത്ത് നമ്മൾ കണ്ട വിജയ് ചിത്രങ്ങളൊക്കെയും തന്നെ അവതരണത്തിൽ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നവയാണ്. അക്കാര്യത്തിൽ ഏറെ മുന്നിലാണ് ബിജു മേനോനും ആസിഫ് അലിയും ഒരുമിച്ച അനുരാഗ കരിക്കിൻ വെള്ളം എന്ന മൂവി. ചിന്തിച്ചാൽ ഏറെ രസകരവും എന്നാൽ കരിക്കിൻ വെള്ളം പോലെ അത്ര മധുരമല്ലാത്തതുമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഈ സിനിമയിൽ നമുക്ക് കാണാം. അക്ഷരാർത്ഥത്തിൽ അച്ഛനും മകനുമായി ആസിഫ് അലിയും ബിജു മേനോനും അരങ്ങ് തകർക്കുന്ന മൂവി കൂടിയാണ് അനുരാഗ കരിക്കിൻ വെള്ളം. ഭാര്യയോട് സദാസമയവും സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛനായി ബിജു മേനോൻ എത്തുമ്പോൾ അലസജീവിതം നയിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായി മകന്റെ വേഷത്തിൽ ആസിഫ് അലി ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നടത്തുന്നു. പുതുമുഖ നായികയായി എത്തിയ രജീഷ വിജയൻ അല്പം മങ്ങൽ സമ്മാനിക്കുന്നു എങ്കിലും പുതുമുഖം എന്ന പരിഗണനയിൽ പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട്. എന്താ ചെയ്യണേ? പറഞ്ഞു പോ അബി. നമ്മളൊന്ന് ട്രാക്കിലേക്ക് കഴിയുമ്പോൾ ആശാശരത്തിന്റെ അമ്മവേഷവും ചിത്രത്തിന്റെ ഹൈലൈറ്റാണ്. ഒരേ സമയം ചിരിയും ചിന്തയും ഉണർത്തുന്ന അനുരാഗ കരിക്കിൻ വെള്ളം എന്ന മൂവി സമീപകാലത്തെ മറ്റൊരു വ്യത്യസ്തത തന്നെയാണ് എന്നോർമ്മിപ്പിക്കുന്നു. സൗബിൻ, ശ്രീനാഥ് ഭാസി, സുധീർ കരമന, ഇർഷാദ് എന്നിവരും സ്വന്തം പ്രകടനങ്ങളിൽ അല്പം പോലും പിന്നിലേക്ക് പോയില്ല. പ്രശാന്ത് പിള്ളയുടെ സംഗീതം ചിത്രത്തിന്റെ മൈലേജ് കൂട്ടുന്നു. ജിംഷി ഖാലിദിന്റെ ചിത്രീകരണം ആസ്വാദനത്തിന് മറ്റൊരു തലം സമ്മാനിക്കുകയാണ്. ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദിന്റെ സഹോദരൻ കൂടിയാണ് സംവിധായകനായ ഖാലിദ് റഹ്മാൻ. കന്നി ചിത്രത്തിലൂടെ മലയാളത്തിൽ ചുവടുറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് സന്തോഷകരമായ കാര്യം. Let's break up.